എന്തിനാ കയറടിക്കുന്ന? പേടിച്ചിട്ടാവൻ. ഇതൊന്ന് വെച്ച് നിന്നെ കരയിക്കും ഞാൻ. അഴിക്കല്ലടാ. നോക്ക് നോക്ക്, നീ അത് അഴിച്ചാലും എന്റെ മനസ്സ് മാറില്ല. സൂയിസൈഡ് ചെയ്തിരിക്കും ഞാൻ. എന്തിനാ ഇത്ര ധൃതി? ഇങ്ങനെ ഇഞ്ചിൻ ചായി ചാകുന്നതിന് ഒറ്റയടിക്ക് എന്നെ ആ കൂളുണ്ട്. ആട്ടെ, ആ പെണ്ണിനോട് മാധവൻ എന്ന് പറഞ്ഞിട്ട് എന്നെ കണ്ണുനീക്കി കാണിച്ചില്ലേ? ഞാൻ മാധവൻ അല്ല എന്നർത്ഥം. പിന്നെ അങ്ങനെ കറക്റ്റ് ആയിട്ട് പയ്യന്റെ ഫോട്ടോ കാണിച്ച് മാധവൻ എന്ന് പറഞ്ഞു നീ? അതാ വല്യമ്മ ഫോട്ടോയും പിടിച്ച് വാവിട്ട് കരഞ്ഞില്ലേ എന്ന്. ഞാൻ എന്തിനാന്ന് ചോദിച്ചു. ഓടിപ്പോയ കുഞ്ഞുമാധവനെ ഓർത്ത് കരയുവാണെന്ന് പറഞ്ഞ് ആ പയ്യനെ കാട്ടി. ശരി. അപ്പോഴുണ്ട് ജഡ്ജി അകത്ത് വന്നു. ആ ഫോട്ടോ മേടിച്ച് എന്റെ തന്നിട്ട് കൊണ്ട് ഒളിച്ചു വെക്കാൻ പറഞ്ഞു. ഞാൻ കൊണ്ടുപോയത് ടെറസിൽ കൊണ്ട് ഒളിച്ചു വെച്ചു. ശരി. ആ താരയെ തള്ളിയിട്ട് കൊല്ലാൻ പോയപ്പോ കറക്റ്റ് ആയിട്ട് തിരിഞ്ഞു നോക്കിയല്ലോ. ആ ഫോട്ടോ അവളെ കാണിച്ച് ഞാനാണ് മാധവൻ എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തു. മുരുകാന്ന് പറഞ്ഞ് എന്നെ ഭയപ്പെടുത്തി ആ ജഡ്ജിയെ കൊല്ലുമെന്ന് പറഞ്ഞില്ലേ? ഇതുവരെ ശരി വിട്, ഇന്ന് കൊല്ലാം. സത്യവാ? സത്യം. പ്രോമിസ്? രണ്ടും ഒന്നട കഴുതേ. നീ അവനെ കൊന്നില്ലെങ്കിൽ അവനെ ഞാൻ കൊല്ലൂടാ. ശരി, നിന്റെ ഇഷ്ടം. അതെ, അയാളെ എന്തിന് ഞാൻ കൊല്ലണം? അയാൾ എന്റെ കൂടെ സഞ്ചരിച്ച് എന്റെ തലച്ചോറിന്റെ ഫ്രണ്ട് ആയല്ലോ. എടാ, ഒരു തമാശ പറഞ്ഞതാ, പുറത്താരോടും പറയല്ലേ. ചേച്ചാ ഞാൻ പറയില്ല, പക്ഷെ മുഴുവൻ റെക്കോർഡായല്ലോ. എവിടെ? ദോ അവിടെ. എന്താടാ മനുഷ്യൻ നിൽക്കുന്ന പോലെ നിൽക്കുന്നേ? അതിന്റെ ചുഹിംഗത്തിന്റെ ബാലൻസിൽ നിൽക്കുക. നീ ഓരോ കാര്യവും ഒരു ലക്ഷ്യത്തോടെ ചെയ്തത്. ഞാൻ ആത്മഹത്യ ചെയ്യട്ടെ? ഞാൻ കെട്ടിക്കൊണ്ടിരിക്കുവല്ലേ. കെട്ടുന്നോ? അപ്പൊ ഇത്ര നേരം നീ കെട്ടടിക്കുമല്ലായിരുന്നു? എന്തിനഴിക്കണം? കയർ ലൂസായി നീ നീന്തിക്കറി രക്ഷപ്പെട്ടു വന്നാലോ, അതുകൊണ്ട് ടൈറ്റ് ചെയ്യുമായിരുന്നു. നിക്കടാ, നിനക്ക് മനസാക്ഷി ഉണ്ടോടാ? പറയടാ, എന്താ എന്റെ കാലം തട്ടുന്നേ? ഇതെപ്പോഴാണ് ചെയ്തത്? കല്ല് കെട്ടിയപ്പോ കാലും കെട്ടിയല്ലോ. വേഗം ആടിയാ ഒരിക്കലും രക്ഷപ്പെടില്ലല്ലോ. ആളെ കാണുന്നില്ലല്ലോ. എന്ത് ചെയ്യുവാ? വേണ്ട, നാട് നടക്കാൻ. അയ്യോ, മടിയാവൂ. അയ്യപ്പാ, ഒത്തിരി താഴ്ചയുണ്ട്. അയ്യോ, രക്ഷിക്കടാ. അയ്യോ, രക്ഷിക്കടാ. പോടാ. അയ്യോ, അയ്യോ, ആത്മഹത്യ ചെയ്യാൻ പോതിയാ വെറുതെ പറഞ്ഞതാണ്. വന്നു നോക്കൂ, വയറ്റിപ്പഴുപ്പിന് വേണ്ടി ഒരാൾ തലവിലായി കിടക്കുന്നു. മായവല്ല മന്ത്രമല്ല, വരൂ കാശ് തരൂ. നോക്കി നോക്കി പടി. അല്ല മോളെ, തെന്നി വീണതാ. കാശ് ഒരുപാട് കിട്ടിയോ? ഇവർക്ക് അങ്ങനെ അറിയാം. അതെങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഇല്ല മച്ചാ, ഞാൻ ഫോണിൽ ഷൂട്ട് ചെയ്തത് കാണിച്ച് അവർക്ക് ചിരിക്കാലോ. അവർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. പോയി അവരോട് വാങ്ങിക്കരുത്. നീ എന്ത് പറഞ്ഞാലും ഞാൻ കേക്കാവടാ. മുരുകനാണ് സത്യം. രണ്ടു മുരുകന്മാരാണേലും സത്യമാ. അയ്യോ, അത് കാണല്ലേ, എന്റെ മച്ചാ കുളിക്കുമ്പോ എടുത്തതാ. അയ്യോ, അത് തുണിയിലായിരുന്നേ. ഇങ്ങിതാ, ഞാൻ കാണട്ടെ. ആണുങ്ങൾ കുളിക്കുന്ന കണ്ടിട്ടില്ലേ? ആണുങ്ങൾ വിളിക്കുന്ന കണ്ടിട്ടുണ്ട്, പക്ഷെ നീ വിളിക്കുന്ന ഇതിനകത്ത് കാണുന്നത്. അങ്ങോട്ട് പോയാൽ ലൈവായിട്ട് കാണിച്ചു തരാം. ഓഹോ, വേണ്ട, പിന്നെ എനിക്ക് ഉറക്കം വരില്ല, മ്യൂസിക്കും വരില്ല. അതെ, നീ മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് ഇളയരാജ ആകുകയല്ലേ. പോടാ മാധവ. നിന്നെ തന്നെ എന്നോട് എന്തിനത്ര ഭവ്യത? ശരി, ചെറിയ പ്രായത്തില് ഗോലി കളിക്കുമ്പോ പന്തയം വെച്ചത് ഓർമ്മയില്ലേ? അയ്യോ, അതെങ്ങനെ മറക്കാൻ പറ്റും? നീ ജയിച്ച ഉടനെ ഉമ്മ തരാൻ ഓടി വന്നില്ലേ? അയ്യോ, ഇപ്പോഴും ഓർക്കുമ്പോ അയ്യോ വേണ്ട, എനിക്ക് എന്തൊക്കെ പോലെ. ഏതോ ഏതോ മഴത്തുള്ളി പെൺമേലേ, തേനോ പാലോ എരിയണു തീ പോലെ, മേലും മുള്ളും ഉരുകണു നിന്നാലേ, കണ്ണുകൾ കാണും നേരം നെഞ്ചിനുള്ളിൽ പോയി നീ പോയേ. എൻ നെഞ്ചു നിന്റെ മഞ്ചൽ പോലാ ദൂരെ, നീ ദൂരെ എന്നെ ഏറ്റിക്കൊണ്ടേ പോ. വായു നീ വായു, ഇനി എന്നെ വിട്ടു എങ്ങും പോക വേണ്ട. ഏതോ ഏതോ മഴത്തുള്ളി പെൺമേലേ, തേനോ പാലോ എരിയണു തീ പോലെ, മേലും മുള്ളും ഉരുകണു നിന്നാലേ, കണ്ണുകൾ കാണും നേരം നെഞ്ചിനുള്ളിൽ പോയി നീ പോയേ. എൻ നെഞ്ചു നിന്റെ മഞ്ചൽ പോലാ ദൂരെ, നീ ദൂരെ എന്നെ ഏറ്റിക്കൊണ്ടേ പോ. വായു നീ വായു, ഇനി എന്നെ വിട്ടു എങ്ങും
പോക വേണ്ട വേണ്ട വേണ്ടായേ. മൗനം എന്നും മറയെ മാറ്റി എങ്ങും പോകാതെ, ശീതക്കാറ്റിൻ സ്പർശം കൊണ്ടൻ മോഹം മാറ്റാതെ, അങ്ങും ഇങ്ങും ആരും ഇല്ല വായൻ ചാരേ, മോഹം പോലെ ദാഹം പോലെ നീ എൻ ചാരേ. ഏതോ ഒന്ന് എന്റെ ഉള്ളിൽ നദിയുടെ തീരെ പായൽ പോലെ നിറഞ്ഞേ, നിന്നെ മാത്രം തേടി തേടി വിരപ്പായിൽ നീയില്ലാതെ താനേ. ഏതോ ഏതോ മഴത്തുള്ളി മഴത്തുള്ളി പെൺമേലെ, തേനോ പാലോ എരിയണ എരിയണ തീ പോലെ, മേലും മുള്ളും ഉരുകണ ഉരുകണ നിന്നാലെ, കൺകൾ കാണും നേരം നെഞ്ചിനുള്ളിൽ. I wanna really take it true. Just me and you. Getting locked up in my room. Getting dizzy, little fishy, what you feel me in. Diamond cover of back of my friend. You're my love, and you know what I'm just thinking about just having some fun. Getting dizzy, little fishy, what you feel me in. Diamond cover of back of my friend. You're my love, and you know what I'm just thinking about just having some fun. ഞാനും നീയും മിണ്ടുമ്പോൾ തിന്നൽ വന്നില്ലേ, നീ എൻ കാതിൽ ചൊല്ലിയതെല്ലാം ഏറ്റിപ്പോയില്ലേ, ചാരേ ഇന്നൻ ചാരേ വന്ന് നീ ഇരുന്നാലോ, മോഹം കൊണ്ട് ദേഹം നിന്റെ മേൽ ചായില്ലേ. നിലവുകൾ വാഴും റാണി നീ തന്നല്ലേ, കാറ്റിൻ കയ്യാൽ തൊട്ട് തൊട്ട് അനുദിനം ഓരോ മോഹം താനെ തളിരടിയണം. ഏതോ ഏതോ മഴത്തുള്ളി മഴത്തുള്ളി പെൺമേലെ, തേനോ പാലോ എരിയണ എരിയണ തീ പോലെ, മേലും മുള്ളും ഉരുകണ ഉരുകണ നിന്നാലേ, കൺകൾ കാണും നേരം നെഞ്ചിനുള്ളിൽ പോയി. നീ പോയേ എൻ നെഞ്ച് നിന്റെ മഞ്ചൽ പോലായി ദൂരെ, നീ ദൂരെ എന്നെ ഏറ്റിക്കൊണ്ടേ പോയി. വായു നീ വായു, ഇനി എന്നെ വിട്ടു എങ്ങും പോക വേണ്ട വേണ്ട വേണ്ടായേ. ബാനർജി, ഞാൻ വരുന്നു സാർ. സാർ ആരാ ഈ ഫോട്ടോ ഇവിടെ തൂക്കിയത്? അറിയില്ല സാർ, എനിക്കറിയില്ല. പറയാൻ. ഈ ഫോട്ടോ ഇവിടെ തൂക്കിയത് ആരാണെന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാനാ. എന്തിനാ തൂക്കിയേ? അങ്കിളിന് അവനോടുള്ള ദേഷ്യം പോയോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയാ തൂക്കിയത്. എങ്ങനെ പോവും? ഈ ആയുസിൽ അവനോടൊരു ദേഷ്യം പോവില്ല. അവനൊരു കൊലയാളിയാണെന്ന് അറിയില്ല നിനക്ക്. ഒരിക്കലും അവനോട് ക്ഷമിക്കില്ലേ? എന്ന് വെച്ചാൽ ഒരുപക്ഷെ മാധവൻ പെട്ടെന്ന് കയറി വന്ന കൊന്നുകളയും. എന്റെ കൈ കൊണ്ട് അവനെ വെടിവെച്ച് കൊന്നുകളയും. എന്താ ഈ വീട്ടിൽ കൊലയ്ക്ക് ഇത്ര പ്രിയം? എടാ, എന്തു ചെയ്യാ ഇവിടെ? കുപ്പിച്ചില് പെറുക്കിയെടുക്കുക. കുട്ടികളുടെ കാലിൽ കൊണ്ടുകയറി ആർക്കൊരാപത്തും വരരുത്. അതെടുത്ത് വേസ്റ്റ് കളയാന്ന്. കറക്റ്റ്. കുപ്പിച്ചില് വേസ്റ്റിലിട്ടിട്ട് ഈ ഫോട്ടോ കത്തിച്ചു കളാ. എന്തിനാടെ അങ്ങനെ ചെയ്തേ? അവനെ അമ്മമ്മേ മാധവൻ ആദ്യമായി ഇവനെ കണ്ടപ്പോഴേ എവിടെയോ കണ്ടതുപോലെ തോന്നി. അതെ അതെ, എനിക്ക് പോലും അന്ന് സംശയം തോന്നി. നിങ്ങൾക്ക് എന്നെ വളരെ നന്നായിട്ട് അറിയാമല്ലോ. സർ ദേഷ്യപ്പെടില്ലേ സർ? ആദവൻ എന്നെ എന്നും വിളിക്കാറുണ്ട്. ആ ജഡ്ജിക്ക് ആയുസുള്ളത് കൊണ്ട് മിസ്സായിട്ടായിരിക്കും. പക്ഷെ നിനക്ക് അല്പായുസായി പോകും. കുഴപ്പമില്ലല്ലോ സാർ. ആദവനെ പറ്റി സാറിന് അറിയില്ല. അവൻ ഏറ്റെടുത്ത ടാർഗറ്റ് തീർക്കാതെ പിന്മാറില്ല. ഇല്ലില്ല. എന്ന് തീർക്കും. അവൻ ചോദിച്ചത് 10 ദിവസം, അത് ഇതുവരെ തീർന്നില്ലല്ലോ.
തീർന്നില്ലല്ലോ. പക്ഷേ ആ ജഡ്ജ് എൻക്വയറി തീർത്തു. ഇനി ഒരു 2 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്താൽ ഞാൻ അകത്താകും. ഇഡിയറ്റ്. സർ 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 ആദവൻ എവിടെയും എപ്പോഴും തന്റെ ലക്ഷ്യത്തിലെത്താൻ ഒരു പ്ലാൻ ഉണ്ടായിരിക്കും. അത് കാരണമാ ഓരോ ഇടത്തും ഓരോ ഗെറ്റപ്പിൽ പോയി നാടകം കളിച്ച് ആരും അറിയാതെ കാര്യം നടത്തും. എന്നെ വിശ്വസിക്ക്, 2 ദിവസം കൊണ്ട് അവൻ ലക്ഷ്യം കണ്ടിരിക്കും. എത്തിയില്ലെങ്കിൽ അവൻ ചെയ്തില്ലെങ്കിൽ ആ ജഡ്ജിനെ ഞാൻ കൊന്നിരിക്കും. ഇല്ലെങ്കിൽ only 2 days. മോനെ എല്ലാം കഴിക്കണം കേട്ടോ. ഡാലിയ കഴിച്ചത് മതി, നിർത്ത്, വയറുവേദന എടുക്കും. ഏയ്, എന്താ അമ്മേ? അമ്മേ എന്തിനാ എന്നെ അടിച്ചപ്പേ? അവനെ അളിയാന്ന് വിളിച്ചതിന്. അമ്മേ പെങ്ങളെ കെട്ടാൻ പോകുന്നവരെ ഞങ്ങളുടെ നാട്ടിൽ അളിയാന്നാ വിളിക്കുന്നേ. അവനെന്തിനാ നിന്റെ പെങ്ങളെ കെട്ടുന്നത്? പിന്നെ ആരെ? അതാ എന്റെ കൊച്ചുമോളെ കെട്ടാൻ പോകുന്നു. അപ്പൊ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചേക്കോ അല്ലേ അമ്മേ? എന്തൊക്കെയായാലും എന്റെ മച്ചാനെ അടിക്കരുതായിരുന്നു. ഇതെന്തിനാ? മച്ചാൻ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് വീട്ടിൽ വരാൻ പറ്റില്ലായിരുന്നല്ലോ. ബാനർജി അപ്പോഴൊന്നും അവനെ കൂട്ടിക്കൊണ്ടുവരാതെ കൽക്കട്ടയിലേക്ക് ഉണ്ടെന്നല്ലോ, അതെന്താ? മച്ചാനാ പറഞ്ഞത്. എന്തെന്നാ? നിന്റെ അച്ഛന്റെ ദേഷ്യം കുറച്ചെങ്കിലും കുറഞ്ഞാലേ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞില്ലേ? ഇൻഫാക്ട് എന്നെ ഈ കുടുംബമായിട്ട് ചേർത്ത് വെക്കാൻ സ്വന്തമായിട്ട് താഴ്ന്നുകൊണ്ട് ഒരു വേലക്കാരനെ ഇവിടെ നിന്ന് ചേർന്നത്. ഇത്ര വർഷമായിട്ടും ഒന്നും നടന്നില്ലല്ലോ എന്ന് മനസ്സ് വിഷമിപ്പിച്ച് മച്ച ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. എന്തിനാ ഇതൊക്കെ? നിങ്ങളൊരു കഴുതയാണെന്ന് വിചാരിച്ചു, പക്ഷെ ഇങ്ങനൊരു ബുദ്ധിശാലിയാണെന്ന് വിചാരിച്ചതേയില്ല. ഒരുപാട് നന്ദിയുണ്ട്. അത് ശരി അങ്കിൾ, ഇന്ന് മാത്രം അങ്കിളുടെ മലയാളം വേറെ മാതിരിയുണ്ട്. അതെന്താ? നിങ്ങളുടെ പ്രായത്തിൽ പഠിച്ച മലയാളം ഇങ്ങനെയാ. മറ്റേ ചടക്കി മച്ചാനെ നാട്ടിൽ നിന്ന് പിടിച്ച മലയാളം ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ ആയിപ്പോയി. വെരി ഗുഡ്. പോകല്ലേ പോകല്ലേ പോകല്ലേ. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവനാണ് മാധവനെന്ന് നമ്മൾ മാത്രം അറിഞ്ഞാ മതി. ആ എളിയ മാനും എന്റെ മോനും മനസ്സിലായാൽ കൊല്ലും ഞങ്ങളെ. കറക്റ്റ്. ആരെയാ? നിന്നെയാടാ. നിന്നെ എല്ലാവരും ബുദ്ധിശാലിന്ന് അറിയാതെ തെറ്റിദ്ധരിച്ചു. അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും. എന്താ ശരി സാർ. എച്ചിൽ പ്ലേറ്റ് എല്ലാം വേഗം എടുത്ത് കഴുകി. ഇതിപ്പോ തന്നെ എടുത്തോളാം. എന്തൊരാജ്ഞയാ. സാർ ഇവിടെ എല്ലാവർക്കും അവനോട് വളരെ സ്നേഹമാണ്. ആദവൻ ജഡ്ജിയുടെ മോനാണെന്ന് പറയുന്നു. ഒന്നും മനസ്സിലാകുന്നില്ല സാർ. ഇനിയും 2 ദിവസം സമയമുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ കൊല്ലേണ്ടി വരും. ജഡ്ജിനെ മാത്രമല്ല, ആദവനെയും കൂടി. ഓക്കെ സാർ. അവൻ ഇനി മുതൽ ഈ വീട്ടിൽ ഒരു ഇൻസ്ട്രുമെന്റ് പോലും വായിക്കാൻ പാടില്ല. ഒരു ഐഡിയ പറ. ഐഡിയ ഉണ്ട്. ഹലോ മിസ്റ്റർ ഇളയമാൻ, ഗിറ്റാറിൽ ബോംബ് വെച്ച് ജഡ്ജിനെ കൊല്ലാൻ ട്രൈ ചെയ്തത് ഞാനാ. സോറി, അനാവശ്യമായി നിങ്ങളെ സംശയിച്ചു. സ്വന്തം കുടുംബം തന്നെ വിശ്വസിക്കാറ് സന്തോഷിക്കുന്നല്ലോ. ഞാനിതിന് കൊടുക്കണം. ഐ ആം വെരി ക്ലവർ. ഗുഡ്. പക്ഷെ മ്യൂസിക്കിനോടുള്ള ഇഷ്ടം കാരണം ആ പിയാനോയിൽ മാത്രം കൈവെക്കരുത്. എന്താ കാരണം ഇത്തവണ ബോംബ് ജഡ്ജിന്റെ വീട്ടിലെ പിയാനോയിലാ വെച്ചിരിക്കുന്നത്. വാട്ട്? അതെ, ആ പിയാനോ വായിക്കുന്നത് നിർത്തിയാൽ അത് വായിക്കുന്നവൻ അടുത്ത സെക്കൻഡിൽ പൊട്ടി പീസ് പീസായി ചെതറി 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 പോവും. വായിച്ചോണ്ടിരുന്ന പൊട്ടില്ല, പക്ഷെ എത്ര നേരം വായിച്ചോണ്ടിരിക്കും. അത് ശരിയാ. ഈ സത്യം പുറത്തറിഞ്ഞാൽ അടുത്ത ദിവസം നീ ജീവനോടെ ഉണ്ടാവില്ല. ഞാൻ നേരത്തെ തന്നെ പിയാനോ വായിക്കാൻ തുടങ്ങിപ്പോയി. അപ്പൊ നിന്റെ അന്ത്യം നിന്റെ കയ്യിൽ തന്നെ. നിർത്തടാ, എന്റെ തല പൊട്ടുന്നത് പോലെയുണ്ട്. നിർത്തിയാൽ ഞാൻ തന്നെ പൊട്ടുമല്ലോ. ഇപ്പോഴും പൊട്ടുന്ന പോലെയുണ്ട്. ആ പൊട്ടലല്ല, ഞാൻ കൈയെടുത്തു വെച്ചോ. വേണ്ട, ഞാൻ പറഞ്ഞ ചത്തു. എനിക്ക് വെറും മ്യൂസിക് ഇഷ്ടമല്ല. അറ്റ്ലീസ്റ്റ് പാട്ടും ആട്ടവും വേണം. പാട്ടും ഉണ്ടല്ലോ അമ്മേ. ഒരു നല്ല സ്റ്റേജ് ഷോ കാണണം. ഇപ്പൊ കണ്ട സൂപ്പർ. ഓക്കേ, രാജാറാണിയൊക്കെ എവിടെ?